ഹായ് ഫ്രണ്ട്സ്, നമുക്ക് തിരുവല്ല മായിലേക്കൊന്ന് കയറി ചെല്ലാം. എല്ലാവരും പറയാറുണ്ട് വളരെ നല്ല ഫുഡാണ് അവിടെ കിട്ടുന്നതെന്ന്. നമുക്കൊന്ന് കയറി ചെല്ലാം എങ്ങനെ ഉണ്ടെന്ന്. തിരക്കായതുകൊണ്ട് ഉച്ചയ്ക്കൊക്കെ നല്ല തിരക്കാണ്. ഉച്ചയ്ക്കും വൈകുന്നേരങ്ങളിലും നല്ല തിരക്കായതുകൊണ്ട് ഞാൻ രാവിലെയാണ് കയറി ചെല്ലുന്നത്. നിങ്ങൾക്കൊക്കെ ഒന്ന് കാണാനും പരിചയപ്പെടാനും ഒക്കെ വേണ്ടിയിട്ടാണ് ആ ഹോട്ടലിലേക്ക് കയറി ചെല്ലുന്നത്. എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് കാണാം. ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് തിരുവല്ലയിലെ മാ ഹോട്ടലിലേക്ക് കയറാം. അവിടെ നല്ല ഫുഡൊക്കെ ഉണ്ട്. എല്ലാം ഭയങ്കര തിരക്കാണ്. 12 മണിയാകുമ്പോൾ ഞാനത് നേരത്തെ വന്ന് നിങ്ങളെ കാണിക്കാനായിട്ട് വന്ന് പിടിക്കുവാണ്. ഇതാണ് നമ്മുടെ ചങ്ങനാശ്ശേരിക്ക് പോകുന്ന റൂട്ടാണ്. രാമച്ചിറ ഭാഗമാണ്. നല്ല അടിപൊളി ഫുഡൊക്കെ ഇവിടെ കിട്ടുമേ. നമുക്ക് കയറി ഒന്ന് കാണാം. ഫുഡ് കഴിച്ചിട്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ മായ ഹോട്ടലിലെ? സാധാരണ നമ്മൾ കഴിക്കാനുള്ളതാണ്. നല്ല ഭക്ഷണമാണ്. പലപ്പോഴും കഴിച്ചിട്ടുണ്ട്. ഈ എറണാകുളത്താണ് പോകുമ്പോഴൊക്കെ ഞാൻ ന്യൂസ് കഴിച്ചിട്ടുണ്ട്. നല്ലതാണ്. ഇവിടെ ഫസ്റ്റ് കഴിച്ചിട്ടുണ്ട്. അത് നല്ലതാണ്. നല്ല ഭക്ഷണം കഴിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. സാറെപ്പോൾ പോയാലും തിരുവല്ലയിൽ പോയാലും ഈ വ്യക്തി റൂം അല്ലേ? അതെ അതെ, ഈ വഴി പോകുമ്പോഴല്ല. ഇവിടുത്തെ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾക്ക് കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന് ഉറക്കാം നന്നായിട്ടുണ്ട്. ഉണ്ടായിരുന്നില്ലേ?
നിങ്ങൾ എപ്പോഴും ഇവിടെ വരാറുണ്ടോ? ഇല്ല, ഞങ്ങൾ ഈ ഭാഗത്തോട്ട് വരുമ്പോൾ കയറും. പിന്നെ സ്പെൻഡ് ചെയ്യും. ഓക്കെ. ഇവിടെയൊക്കെ ഇരുന്ന് എല്ലാവർക്കും ഫുഡ് കഴിക്കാനായിട്ടുള്ള പ്രത്യേക സൗകര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ രാവിലെ ടൈം ആയതുകൊണ്ട് തന്നെ ഉച്ച സമയമാകുമ്പം ഭയങ്കര തിരക്കാണ്. വൈകുന്നേരവും മഹാരാഷ്ട്രയിൽ നമുക്ക് രാവിലെ 7 മണിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്തമായ രീതിയിലുള്ള വിഭവങ്ങളാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. പേരെന്തോ? എൻ്റെ പേര് കോശി എന്നാണ്. ആ, നമുക്ക് പുട്ട്, അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള പുട്ടുകൾ, പിന്നെ നമ്മുടെ നെയ്പൊടി ഇഡലി, അതായത് രാമശ്ശേരി ഇഡലി എന്ന് പറയും. പിന്നെ സ്നാക്സുകൾ ഒട്ടനവധിയുണ്ട്. അതുകൂടാതെ കപ്പ മീൻകറി, കപ്പയും മീൻ മുളകിൽ പറ്റിച്ചതും ഞങ്ങളൊരു സ്പെഷ്യലായിട്ട് ഞങ്ങൾ രാവിലെ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ ബീഫിൻ്റെ ഐറ്റം 3 വ്യത്യസ്തമായ രീതിയിൽ പോത്ത് റോസ്റ്റുണ്ട്, പിന്നെ പോത്ത് വരട്ടിയതുണ്ട്, പോത്ത് പെരളൻ, പോത്ത് ഫ്രൈ, അങ്ങനെ വ്യത്യസ്തം. പിന്നെ പൊറോട്ടയിൽ റോൾ ചെയ്ത് പൊറോട്ട വിത്ത് ബീഫ് ബനാന റോൾ, അതായത് പൊറോട്ട റോളായിട്ട് നമ്മുടെ സ്പെഷ്യൽ കൂടുതൽ മൂവിങ് ഉള്ള ഐറ്റമാണ്. നമ്മൾ കൂടുതൽ ചോദിച്ചു വരുന്നുണ്ട്. കാടമുട്ട അതുള്ള ഐറ്റങ്ങൾ നമ്മൾ രാവിലെ തന്നെ ദോശയുടെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ പാലപ്പം വിത്ത് സ്റ്റൂ, ബീഫിൻ്റെ ഐറ്റം, ചിക്കൻ്റെ ഐറ്റം, മട്ടൻ്റെ ഐറ്റം രാവിലെ ഞങ്ങൾ രീതിയിൽ കൊടുക്കുന്നുണ്ട്. ബാർബിക്യൂ ഐറ്റംസ് ഒക്കെ ഞങ്ങൾ 3 മണി തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ആകുന്നു. ബാക്കി നമുക്ക് ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ തന്നെയും പൊതിച്ചോറ് 11:30 തൊട്ട് പൊതിച്ചോറ്, ചട്ടിച്ചോറ്, പിന്നെന്നുണ്ടെങ്കിൽ താലി മീൽസ്, അങ്ങനെ 3 തരത്തിലുള്ള ഊണുകളാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതുകൂടാതെ ബിരിയാണി ഹൈദരാബാദി ബിരിയാണി ഉണ്ട്. തലശ്ശേരി ടൈപ്പിലുള്ള ചെറിയ കൈമ റൈസിൻ്റെ ചെറിയ ബിരിയാണി അവൈലബിൾ. ഓക്കെ.